ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഒരു വാർത്ത അത് ഹിന്ദു ദിനപത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും ജില്ലയുടെ മേൽ ആരോപിക്കപ്പെടുകയും അതിൻ്റെ പിന്നിലുള്ള സംഗതികളൊക്കെ അൻവറിനെ കൂടി കൈകാര്യം ചെയ്യാൻ ചേർത്ത് വെച്ചുകൊണ്ടും വർത്തമാനകാല രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ സാധ്യതകൾ തേടിയും പ്രയോഗിച്ചപ്പോൾ ഞാൻ മറ്റൊരു പത്രവാർത്ത കണ്ടു. ആ വാർത്ത കണ്ടപ്പോഴാണ് ഇതൊന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. 2019 ഒരു വാർത്തയാണ്, വന്നത് മനോരമയിലാണ്. അഡ്വക്കേറ്റ് ബിജു റിംഗ് ലീഡർ ഓഫ് 400 കിലോഗ്രാം ഗോൾഡ് സ്മൈലിംഗ് വയ എയർപോർട്ട് സറണ്ടേഴ്സ്. ഇത് മെയ് 31 മനോരമയിൽ വന്ന ഓൺലൈനിൽ വന്ന വാർത്തയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണ്. അഡ്വക്കേറ്റ് ബിജു മോഹനൻ, ദ അബ്സ്കോണ്ടിംഗ് സസ്പെക്ട് ഇൻ ദ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഹാസ് സറണ്ടേർഡ് ദ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഓഫീസ് അറ്റ് പാലാരിവട്ടം, കൊച്ചിൻ. ഹി റിപ്പോർട്ടഡ് ടു ദ DRI ടേക്കിംഗ് കോഗ്നിസൻസ് ടു ദ ഡയറക്റ്റീവ് ഇഷ്യൂഡ് ബൈ ദ ഹൈക്കോർട്ട് ടു സറണ്ടർ 10 AM എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് ബിജുവിൻ്റെയും വിനീതയുടെയും ഒരു ചിത്രം വെച്ചുകൊണ്ടാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. സംഗതി 400 കിലോ ആണ്. ഈ 400 കിലോ സ്വർണം എയർപോർട്ട് വഴി കടത്തിയതിന് ഇവരെ രണ്ടുപേരെയുമാണ് സറണ്ടർ ചെയ്യാൻ പറഞ്ഞതും പിടിച്ചതും. മലപ്പുറത്ത് 5 വർഷത്തെയോ 3 വർഷത്തെയോ കണക്ക് മൊത്തത്തിൽ പറഞ്ഞത് 129 കിലോയേ ഉള്ളൂ. ഈ 400 കിലോ കടത്തിക്കൊണ്ടുവന്നവരുടെ ജാതിയില്ല, മതമില്ല, സ്ഥലമില്ല, ജില്ലയില്ല, ഒരു കുന്തവുമില്ല. എന്നാൽ 129കാർക്ക് ഇതെല്ലാം ഉണ്ട്. എനിക്ക് ജലീലിനോട് ചോദിക്കാനുള്ളത്, ഈ വിഷയത്തിൽ ആരാണ് ജലീലെ ഫത്വ പുറപ്പെടുവിക്കേണ്ടത്? മതവിധി പറയേണ്ടത് ആരാണ്? എന്ത് മതവിധിയാണ് ഈ കാര്യത്തിൽ അഡ്വക്കേറ്റ് ബിജുവിൻ്റെ കാര്യത്തിൽ പുറപ്പെടുവിക്കേണ്ടത്? അതുകൂടി ഒന്ന് ജലീൽ പറയേണ്ടതുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ അളവോ കണക്കോ അല്ലെങ്കിൽ ഏത് എയർപോർട്ടെന്നോ ഒന്നുമല്ല വിഷയം. ഇതിനുള്ളിലെ ചില ഗൂഢലക്ഷ്യങ്ങളാണ്, ചില താല്പര്യങ്ങളാണ്, ചിലരെയൊക്കെ സുഖിപ്പിക്കലുകളാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ കൊടുത്തതുപോലെ മറ്റ് ചില സ്ഥലങ്ങൾ കൂടി തന്ത്രപരമായി കൊടുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അത് എടുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ വാർത്തകളൊക്കെയും. അതിനെ അങ്ങനെ വേണം കാണാൻ. അല്ലെങ്കിൽ പിന്നെ 129 എവിടെ കിടക്കുന്നു, 400 എവിടെ കിടക്കുന്നു? അതും 2 പേർ മാത്രം. 129 ചിലപ്പോൾ ഒരു 10, 50, 100 പേരായിരിക്കും. ഇത് 2 പേരുടെ അക്കൗണ്ടിൽ മാത്രമുള്ളതാണ് 400 കിലോ.